students, welcome back to my class. So today we were going to discuss about the infraciliary apparatus of paramecium chordate. Okay. So what do you mean by the infraciliary apparatus? You can go through it. It is a complex of all the kinetosomes and the groups of fibrils leading from them. Okay, commonly called neuromast system. നമ്മൾ ഈ ഇൻഫ്രാസിലറി അപ്പാരറ്റസിനെ മുന്നേ പറഞ്ഞിരുന്നത് ന്യൂറോമാസ് സിസ്റ്റം എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ കൈനറ്റോസോംസും അതുപോലെ കൈനറ്റോസോമിനെ ലീഡ് ചെയ്യുന്ന ഫൈബ്രിൽസ്, ആ ഫൈബ്രിൽസ് എല്ലാതും കൂടി ചേർന്നുള്ള കോംപ്ലക്സിനെയാണ് നമ്മൾ ന്യൂറോമാസ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫ്രാസിലറി അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് സീലറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് ആണ്. അപ്പം നമുക്കറിയാം പാരമീസിയത്തിൽ കൈനറ്റോസോംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലോഞ്ചിറ്റ്യൂണൽ റോസ് ആയിട്ടാണ്. ആ ലോഞ്ചിറ്റ്യൂണൽ റോസ് ഓഫ് കൈനറ്റോസോമിൽ നിന്ന് മുന്നോട്ട് കുറച്ച് നീങ്ങിയിട്ട് കാണുന്ന ഒരു ലോഞ്ചിറ്റ്യൂണൽ പ്രോട്ടോപ്ലാസ്മിക് ഫൈബ്രിലാണ് കൈനറ്റോഡെസ്മ എന്ന് പറയുന്നത്. പിക്ചർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ഈ ബ്ലാക്ക് ഡോട്ടിൽ കാണുന്നതാണ് ബേസൽ ബോഡി ഓഫ് കൈനറ്റോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൈനറ്റോസോം. അത് കഴിഞ്ഞിട്ട് പെടുന്ന ഇതാണ് കൈനറ്റോഡെസ്മൽ ഫൈബർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗമാണ് കൈനറ്റോഡെസ്മ. ഓക്കെ, ഈ ഇങ്ങനെ കാണുന്നതിനാണ് കൈനറ്റോഡെസ്മ എന്ന് പറയാം. ഓക്കെ, ഇതിപ്പോൾ എക്ടോപ്ലാസ് ആണ്. ഇവിടെ നിന്നുകൊണ്ട് ഇത് പെല്ലിക്കിൾ, ഇത് അതിൻ്റെ ഷാഫ്റ്റ് സീലിയുടെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ കൈനറ്റോസോം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് കുറച്ച് മുന്നോട്ട് പോയി മാറിയിട്ട് കാണുന്ന ഇതിനാണ് കൈനറ്റോഡെസ്മ എന്ന് പറയുന്നത്. സോ കൈനറ്റോഡെസ്മ എന്ന് പറഞ്ഞാൽ റണ്ണിങ് anteriorward from each of them for some distance is a longitudinal protoplasmic fibril known as kinetodesma. All kinetodesmata and their kinetosomes collectively form a functional unit known as kinetine. ഓക്കെ, ഈ കൈനറ്റോഡെസ്മാറ്റ അതുപോലെ തന്നെ കൈനറ്റോഡെസ്മാറ്റ ആൻഡ് കൈനറ്റോസോംസ്, ഈ കൈനറ്റോഡെസ്മാറ്റയും കൈനറ്റോസോംസും എല്ലാതും കൂടി ചേരുന്നതിനാണ് നമ്മൾ കൈനറ്റി എന്ന് പറയുന്നത്. ഓൾ ദ കൈനറ്റോഡെസ്മാറ്റ ആൻഡ് ദ കൈനറ്റോസോംസ് കളക്റ്റീവ്ലി പറയുന്ന പേരാണ്. ഒരു ഫംഗ്ഷണൽ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് നമ്മൾ കൈനറ്റി എന്ന് പറയുന്നത്. ദ സം ടോട്ടൽ ഓഫ് all the kinetes of a paramecium constitute the infraciliary apparatus. അപ്പൊ ഇതിപ്പോ ഒരു ചെറിയ ഭാഗത്താണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാ മൊത്തത്തിലുള്ള പാരമീസിയത്തിന്റെ ഇങ്ങനെ എല്ലാ കൈനറ്റീസും കൂടി ചേരുന്നതിനാണ് നമ്മൾ ഇൻഫ്രാസീലറി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ടാവുമല്ലോ, ന്യൂമറസ് ആയിട്ട് കാണുമ്പോൾ അങ്ങനെയുള്ളതിനെ ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇൻഫ്രാസീലറി അപ്പാരറ്റസ് ഓഫ് പാരമീസിയം കോഡേറ്റം. ഓക്കെ, നമ്മൾ നോക്കിയത് എന്താണ് ഇൻഫ്രാസീലറി അപ്പാരറ്റസ് എന്താണെന്ന് നോക്കിയത്. സോ അതിന് നമ്മൾ വേറെ പറയുന്ന ഒരു പേരാണ് ന്യൂറോമാസ്റ്റ് സിസ്റ്റം എന്ന്. ആൻഡ് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് ഓഫ് ഓൾ ദ കൈനറ്റോസോംസ് ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് ഫൈബ്രിൽസ് ആണ് ലീഡിങ് ഫ്രം ദം. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദ സിലറി ആക്ടിവിറ്റീസ്. അപ്പോൾ അതിങ്ങനെ കാണുന്നത് വെച്ചാൽ കൈനറ്റോസോംസ് ലോഞ്ചിറ്റ്യൂണൽ റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന് കുറച്ച് വിട്ട് മാറിയിട്ട് കാണുന്ന ലോഞ്ചിറ്റ്യൂണൽ ഫൈബ്രിലാണ് കൈനറ്റോഡെസ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൈനറ്റോഡെസ്മയും അതുപോലെ തന്നെ കൈനറ്റോസോംസും എല്ലാതും കൂടി കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് കൈനറ്റി. അങ്ങനെയുള്ള കൈനറ്റീസിന്റെ സം ടോട്ടലിനെയാണ് നമ്മൾ ഇൻഫ്രാസീലറി അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ അത് സീലറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ. സോ ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻഫ്രാസീലറി അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിങ്ങൾ പിക്ചറിൽ തന്നെ കാണാം. ഇതിന് ഇടയിലായിട്ട് ഒരു ബൾബ് പോലെ ഇത് കാണുന്നുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ ട്രൈക്കോസിസ്റ്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കാണുന്നതിനാണ് ട്രൈക്കോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ട്രൈക്കോസിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ ട്രൈക്കോസിസ്റ്റ്? ട്രൈക്കോസിസ്റ്റ് ആർ ഓവൽ ഓർ സ്പിൻഡിൽ ഷേപ്പ് ബോഡീസ് ഫൗണ്ട് ഇൻ ദ കോർട്ടിക്കൽ സൈറ്റോപ്ലാസം. കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തില് അല്ലെങ്കിൽ എക്ടോപ്ലാസത്തിന്റെ ഭാഗത്തിൽ കാണുന്ന സ്പിൻഡിൽ ഷേപ്ഡ് അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ് ബോഡീസിനെയാണ് ട്രൈക്കോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദേ ആർ അറേഞ്ച്ഡ് വെർട്ടിക്കലി ഇൻ ബിറ്റ്വീൻ ദ കൈനറ്റോസോംസ് ആൻഡ് ആൽവിയോളി. ക്ലിയർ ആണല്ലോ. ഇവിടെ കൈനറ്റോസോംസിന്റെയും ഇത് കൈനറ്റോസോംസ് ആണ്, ഇത് കൈനറ്റോസോംസ് ആണ്. ആൻഡ് ദിസ് ഈസ് ആൽവിയോളി. ഇതാണ് ആൽവിയോളി. കണ്ടോ, ഇത് ഇന്നർ ആൽവിയോളർ മെംബ്രെയിൻ കാണുന്നുണ്ട്, ഔട്ടർ ആൽവിയോളർ മെംബ്രെയിൻ കാണാം. അപ്പൊ ഈ ആൽവിയോളർ ക്യാവിറ്റി കാണുന്നുണ്ട്. അപ്പൊ ഈ കൈനറ്റോസോംസിന്റെയും അതുപോലെ തന്നെ ആൽവിയോളയുടെയും ഇടയിലായിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് ട്രൈക്കോസിസ്റ്റ്. ഓക്കെ, ഈ ട്രൈക്കോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാപ്സ്യൂൾ ആണ് ആൻഡ് കണ്ടെയ്ൻസ് എ ഡെൻസ് ഫ്ലൂയിഡ് ആൻഡ് എ സ്വെല്ലിംഗ് സബ്സ്റ്റൻസ്. ഒരു ഫ്ലൂയിഡ് ഒരു ക്യാപ്സ്യൂൾ പോലെയാണ് കാണുമ്പോൾ തന്നെ അല്ലേ. അപ്പൊ അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാപ്സ്യൂൾ ആണ്. അതിനുള്ളിൽ ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു ഡെൻസ് ഫ്ലൂയിഡ് ആണുള്ളത് ആൻഡ് ഒരു സ്വെല്ലിംഗ് സബ്സ്റ്റൻസും അതിനുള്ളിൽ കാണുന്നുണ്ട്. ടെർമിനലി അതിനൊരു പോയിന്റ് ടിപ്പ് കാണാം. ആ പോയിന്റ് ടിപ്പിന് പറയുന്ന പേരാണ് ബാർബ് ഓർ സ്പൈക്ക്. And it is covered by a protoplasmic cap. Okay.
അപ്പോൾ ട്രൈക്കോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാപ്സ്യൂൾ ആണ്. അതിനുള്ളിൽ ഡെൻസ് ആയുള്ള ഫ്ലൂയിഡ് കാണുന്നു ആൻഡ് സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് കാണുന്നുണ്ട്. കൂടാതെ പോയിന്റ് ടിപ്പ് ഉണ്ട്. അതിന് ആ ടിപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർബ് അല്ലെങ്കിൽ സ്പൈക്ക്. അതിനെ കവർ ചെയ്തുകൊണ്ട് പ്രോട്ടോപ്ലാസ്മിക് ക്യാപ്പ് നമുക്ക് കാണാം. ട്രൈക്കോസിസ്റ്റ് ആർ ബിലീവ്ഡ് ടു ബി സ്ട്രക്ചേഴ്സ് ഓഫ് ഡിഫെൻസ്, അഡ്ഹഷൻ ആൻഡ് ആങ്കറേജ്. എന്താന്ന് വെച്ചാൽ ട്രൈക്കോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഒരു പ്രിഡേറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശത്രുവിനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാരമീസിയം യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ട്രൈക്കോസിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫെൻസ് ആൻഡ് അതുപോലെ തന്നെ ആങ്കറേജിനും അഡ്ഹഷനും വേണ്ടി അവിടെ പറ്റി പിടിക്കാനോ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ട്രൈക്കോസിസ്റ്റ്. സോ വെൻ പാരമീസിയം ഗെറ്റ് ഇറിറ്റേറ്റഡ് അതിന് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നോക്കാം. സോ അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഉണ്ടല്ലോ. ഇത് ഡിസ്ചാർജ് ട്രൈക്കോസിസ്റ്റ് ആണ്. ട്രൈക്കോസിസ്റ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതായത് ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ഒരു ബാർബ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ് ടിപ്പ്. ഓക്കെ, പിന്നെ അതിന്റെ മുകളിൽ ഒരു ക്യാപ്പ് കാണുന്നുണ്ട്. അപ്പൊ അതിന് ഫംഗ്ഷൻ എങ്ങനെയാന്ന് നോക്കാം. വെൻ പാരമീസിയം ഗെറ്റ് ഇറിറ്റേറ്റഡ്, പാരമീസിയം എങ്ങനെയും ഇറിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കോർട്ടെക്സ് എന്ത് ചെയ്യും? സഡൻലി കോൺട്രാക്ട് ചെയ്യും. കോർട്ടെക്സ് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. അങ്ങനെ ആവുന്ന സമയത്ത് ട്രൈക്കോസിസ്റ്റ് കംപ്രസ് ചെയ്യും. കോർട്ടെക്സ് ചുരുങ്ങുമ്പോൾ ട്രൈക്കോസിസ്റ്റ് കംപ്രസ് ആവും. അതിന് പ്രോട്ടോപ്ലാസ്മിക് ക്യാപ്പ് എന്ത് ചെയ്യും? ലിഫ്റ്റ് ചെയ്യും. നോർമൽ പൊസിഷനിൽ ഉണ്ടായിരുന്ന ക്യാപ്പ് ഈ ട്രൈക്കോസിസ്റ്റ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അത് ലിഫ്റ്റ് ആവും. ആൻഡ് അപ്പൊ ഈ വാട്ടർ എന്ത് ചെയ്യും? ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് വാട്ടർ എൻറ്റർ ചെയ്യും. ആൻഡ് സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് വാട്ടർ ആൻഡ് ഇലോങ്ങേറ്റ്സ് വെരി മച്ച്. നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാപ്സ്യൂൾ ഉണ്ട്, അതിന് കൂടെ സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഇലോങ്ങേറ്റ് ചെയ്യും. Suddenly, it gets explosively fired out as a long banded sticky thread with the barb at its tip. Okay. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു ഫയർ പെട്ടെന്ന് ആ ക്യാപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ വാട്ടർ ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് ആ വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും. ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? എക്സ്പ്ലോസീവ്ലി പുറത്തേക്ക് തള്ളും. ഒരു സ്റ്റിക്കി ത്രെഡ് പോലെ പുറത്തേക്ക് തള്ളപ്പെടും അത്. And the thread comes out through an opening on the pellicular ridge. ഒരു ഓപ്പണിംഗിലൂടെ പുറത്തേക്ക് വരും ത്രെഡ്. വൺസ് ഡിസ്ചാർജ് ട്രൈക്കോസിസ് ബിക്കംസ് ഡാമേജ് ആൻഡ് യൂസ്ലെസ്. ഒരു പ്രാവശ്യമാണ് ട്രൈക്കോസിസ്റ്റ് യൂസ് ചെയ്യുന്ന അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്നെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതിനെ വേറെ ഒന്ന് റീപ്ലേസ് ചെയ്യും, പുതിയത് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഒറ്റ പ്രാവശ്യമാണ് ട്രൈക്കോസിസ്റ്റിനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ട്രൈക്കോസിസ്റ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കൈനറ്റോസോംസ്. കൈനറ്റോസോംസ് എന്നാണ് ഈ ട്രൈക്കോസിസ്റ്റ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിപ്പോ വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ പാരമീസിയം ഇറിറ്റേറ്റ് ആവുന്ന സമയത്ത് കോർട്ടെക്സ് ചുരുങ്ങുന്നു, അതിന്റെ കൂടുതൽ കംപ്രസ് ചെയ്യുന്നു. അപ്പൊ കോർട്ടെക്സ് ചുരുങ്ങുമ്പോൾ അതിന്റെ ഈ എന്ത് ചെയ്യുന്നു? എന്താ പറഞ്ഞത് ഇവിടെ? ട്രൈക്കോസിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ കംപ്രസ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോപ്ലാസ്മിക് ക്യാപ്പ് ലിഫ്റ്റ് ചെയ്യും. ക്യാപ്പ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വാട്ടർ എൻ്റർ ചെയ്യും. ആ സ്വെല്ലിംഗ് സബ്സ്റ്റൻസ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അത് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഒരു ത്രെഡായിട്ട് പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ ത്രെഡായിട്ട് പുറത്തേക്ക് വരുന്നു. മനസ്സിലായല്ലോ? അങ്ങനെയാണ് പാരമീസിയം എങ്ങനെയാണ് ഡിഫെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫെൻസീവ് ഓർഗനിൻ പാരമീസിയം എന്താണെന്ന് ചോദിച്ചാൽ ട്രൈക്കോസിസ്റ്റ് ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ പിക്ചർ വരയ്ക്കുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്ന് എഴുതേണ്ടത് കേട്ടോ. അപ്പം അത്രയാണെന്ന് പറയാനുള്ളത്. ഇൻഫ്രാസിലറി അപ്പാരറ്റസ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ട്രൈക്കോസിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.